അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. സാബിയല്ല സാബിറ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത നിങ്ങളോട് പറയാൻ വന്നത്, നിങ്ങൾ വിചാരിക്കും ഇതെന്താ രണ്ട് പെൺകുട്ടികളെയും ഹെഡിങ്ങിൽ വെച്ചിട്ട് വന്നിക്കെന്ന്. അതേ, രണ്ട് പെൺകുട്ടികൾ കേൽ ബജ്ജി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അതിൽ ഒരു പെൺകുട്ടി ഞങ്ങളെ നാദാപുരത്തുള്ളതാണ്. നമുക്ക് അവരെ ആദ്യമൊക്കെ കുറച്ച് അറിയാം. അവളെ കല്യാണം കഴിച്ചത് കണ്ണൂർ ഭാഗം, കണ്ണൂർ ജില്ലയിലാണ്. ആങ്ങണ്ടോളും പെങ്ങളുമാണ്. ആങ്ങണ്ടോൾ എന്ന് പറയുന്ന സാധനമാണ് ഞങ്ങളെ നാദാപുരത്തുള്ളത്. പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് അവർ ചെയ്തു. നമ്മളെ സ്വീപ്പാക്കിയിട്ടും പരിഹസിച്ചിട്ടാണ് ഈ റംസാൻ മാസം അവർ വീഡിയോസ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ആർക്കും ദീനും ദുനിയാവൊന്നും ആർക്കും ആവശ്യമല്ല. നുണ പറയലും കളവ് പറയലും വഞ്ചിക്കലും ചതിക്കലും ഇതെല്ലാം തന്നെയാണ്. പിന്നെ അത്രയെങ്കിലും റംസാൻ മാസം നിൽക്കുന്നത് മറ്റുള്ളവരെ പേടിച്ചിട്ടാണ്. ഇന്ന് സ്വന്തം പേടി ആയിരിക്കില്ല. റംസാൻ മാസം കളിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. അല്ലാണ്ട് സ്വയം ചിന്ത ആയിരിക്കില്ല, അള്ളാഹിനെ പേടി ആയിരിക്കില്ല. അപ്പം എന്നെക്കൊണ്ട് പല ആളും എടുത്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്തോളി. പിന്നെ അതിൻ്റെ കളവ് പറയുന്നവർക്കും ചതിക്കുന്നവർക്കും അള്ളാഹു അങ്ങ് തരും. പക്ഷെ ഞാനിവിടെ വന്നത് കേൽ ബജ്ജി എന്ന് പറയുന്ന കുട്ടികൾ എടുത്തിട്ട് എൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് എൻ്റെ ചാനല് വലിയ സബ്സ്ക്രൈബേഴ്സുള്ള ചാനല്, വലിയ സബ്സ്ക്രൈബേഴ്സ് 72,000 മേലെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല വന്നു മക്കളെ, 50,000 ഉറുപ്പ്യോളം അതിൽ കിടക്കുന്നുണ്ട്. $500 അതിൽ കിടക്കുന്നുണ്ട്. പോട്ടെ. പക്ഷെ അത് പിന്നെ ആൾക്കാരെ കൊണ്ട് പറഞ്ഞത് കൊണ്ടോ ആൾക്കാരൊക്കെ ചെയ്തത് കൊണ്ടോ ഞാൻ ഒരാളെയും പറഞ്ഞിക്കൂല, ഒരാളെയും ചെയ്തിക്കൂല. എല്ലാവരും ഇപ്പം എന്നെ കൊണ്ട് ഇപ്പം മലപ്പുറം ആരിഫായി കേൽ ബജ്ജി ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നുണ്ടല്ലോ, കുറ്റം പറഞ്ഞല്ലേ ചെയ്യുന്നത്. ഞാൻ ആരെ കൊണ്ടും കുറ്റം പറഞ്ഞിക്കില്ല. ഉസ്താദുമാരോട് കാര്യം പറഞ്ഞു കൊടുത്ത് ആ കാര്യം പറഞ്ഞത് ആരും ഉസ്താദുമാർക്ക് കേൾപ്പിച്ചു കൊടുത്തില്ല. ഉസ്താദുമാർ എന്നെ പറ്റി അവരാണ് എന്നെ പറ്റി എതിര് പറഞ്ഞിട്ടിട്ട്. ഞാൻ ആരെ എതിരും പറഞ്ഞിക്കില്ല. ഞാൻ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ അസാബി വ്ളോഗ് എന്ന് പറയുന്ന ചാനല് പിന്നെ ആരൊന്നും ചെയ്തതല്ല. അത് ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അതിൽ വെള്ളം കാരിപ്പോയതല്ല, ആൾക്കാരെ കൊണ്ട് പറഞ്ഞതല്ല, ആൾക്കാർ ആരോ എഴുതി കൊടുത്തതുമല്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു 6 മാസം മുന്നേ യൂട്യൂബിൻ്റെ മുതലാളി പറഞ്ഞിക്ക് നിങ്ങളെല്ലാവരും യൂട്യൂബിൻ്റെ പാസ്വേഡ് നമ്പർ മാറ്റണം എന്ന്. ഞാൻ അതിൽ വരുന്ന മെസ്സേജും വായിച്ചിട്ടില്ല. പ്രത്യേകം അറിയാൻ ഇംഗ്ലീഷിൽ വന്നാൽ എനിക്ക് അറിഞ്ഞുകൂടാന്ന്. മെസ്സേജും വായിച്ചിട്ടില്ല, ഞാനത് കണ്ടുക്കൂല. അങ്ങനെയാണ് ഇപ്പം മെസ്സേജ്. അതിപ്പോൾ എൻ്റെത് മാത്രമല്ല, 4 ലക്ഷം സബ്സ്ക്രൈബുള്ള നല്ലോണം കാര്യങ്ങൾ പറയുന്ന ആ പെൺകുട്ടീൻ്റെ വീഡിയോസ് പോയിക്ക് ഒരുപാട് ആക്ക് യൂട്യൂബ് ചാനൽ. എനിക്ക് 72,000 അല്ല, അതിലും എത്രയോ ഒരുപാട് ചാനലുള്ള ലക്ഷക്കണക്കിന് ചാനലുള്ള ആളെ മിസ്സിങ് ആയിപ്പോയിക്ക്. മലപ്പുറം കമറൂത്താൻ്റെ അത് വരെ ആയിപ്പോയിട്ട് ഓർക്കും 1-2 ആഴ്ച കൊണ്ടാണ് അവർക്ക് അത് തിരിച്ച് കിട്ടിയത്. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു ഭാഗത്തു നിന്നേ എനിക്കൊരു മറ്റേ ഒരു സ്ട്രൈക്ക് പോലും എനിക്ക് വീണിക്കില്ല. പക്ഷെ അത് പാസ്വേഡ് നമ്പർ മറന്നു പോയത് കൊണ്ടാണ്. അത് അടിച്ചു കൊടുത്താൽ എന്നാണ് ഓർമ്മ വരുന്നത് അന്ന് അടിച്ചു കൊടുത്താൽ അത് കിട്ടും. പിന്നെ ആദ്യത്തെ പോലെ ഇപ്പം കുറച്ച് ബ്ലോക്ക് തുറന്ന് വരുന്നുണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അല്ലാണ്ട് കുഞ്ഞുമോളെ ആരെ കൊണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉസ്താദുമാരോട് കാര്യം പറഞ്ഞേലുള്ളൂ. ഒരാളെ തെറി വിളിച്ചിക്ക എത്ര ജനങ്ങൾ തെറി വിളിച്ചിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. എന്നാൽ ഓലല്ല ഇപ്പം യൂട്യൂബിൻ്റെ മുതലാളി ബ്ലോക്ക് ആക്കണം. അല്ലെങ്കിൽ തെറി കേൾക്കപ്പെട്ടവര് പിന്നെ അവർ പോയിട്ടും പിന്നെ യൂട്യൂബിൻ്റെ മുതലാളികൾ പറഞ്ഞിട്ട് അത് സ്റ്റക്കാക്കണം. അതൊന്നുമില്ലല്ലോ. ഞാൻ ഉസ്താദുമാരോട് കാര്യം പറഞ്ഞിക്കേലുള്ളൂ. ഉസ്താദുമാർക്ക് റീച്ച് കിട്ടേണ്ടിയിട്ട് എൻ്റെ 5 മില്യൺ ഉള്ള വീഡിയോസ് കണ്ടപ്പോൾ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ 5 മില്യൺ ആയപ്പോൾ അത് എടുത്തിട്ട് ഉസ്താദുമാർ റീച്ചിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞിക്കൂല. ഉസ്താദുമാരോട് കാര്യം പറഞ്ഞിട്ട്, ഉസ്താദ് ഇങ്ങനെ നിങ്ങൾ പറയണേ, പിന്നെ നൂലുമ്മൽ ഷഫു എന്നുള്ളത് അത് തെറ്റാണെങ്കിൽ അത് തെറ്റ് തിരുത്തി തരേണ്ട ഉസ്താദും എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇട്ടെ. നിങ്ങൾ കേൾക്കുന്നത് മനസ്സിലാക്കണം. ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനത്തത് ഈ കേൽ ബജ്ജി പറയുന്ന സംഗതി എന്നാ നിങ്ങളറിയാം. ഞാൻ തുള്ളിക്കളിച്ച് കളയെന്ന്, ഞാൻ പിന്നെ കുറച്ച് ഓവറാണെന്ന് ഈ കേൽ ബജ്ജി എന്ന് പറഞ്ഞാൽ ആങ്ങണ്ടോടും പെങ്ങളോടും വിവരം കെട്ട നിങ്ങളോട് ഞാൻ പറഞ്ഞു. നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞല്ലാന്ന് എനിക്കറിയാം. കുടുംബത്തിൽ പറക്കാത്ത നിങ്ങളായതുകൊണ്ട് ഇങ്ങക്ക് വിവരവും ഇല്ല, അറിവും ഇല്ല. കാരണം ഞാൻ എന്തുകൊണ്ടാണ് തുള്ളിക്കളിക്കുന്നത്? ഈ തുള്ളിക്കളിച്ചത് നിങ്ങൾ സിനിമ കാണാൻ പോകുന്നില്ലേ, സീരിയൽ കാണുന്നില്ലേ? നിങ്ങൾ ഈ ലൈവിലും ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നേരം ഇങ്ങനെ അടിച്ചിട്ടും അങ്ങണ്ടോളും പെങ്ങളും കോപ്രായങ്ങൾ കാട്ടിയില്ല. നിങ്ങൾ
കേട്ടോ. അതെല്ലാം എന്തെന്നാ ഒരു കോമഡി ആയി തമാശ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ സിനിമയിൽ എന്തെല്ലാം കോമഡി ഉണ്ട്, സീരിയലിൽ എന്തെല്ലാം കോമഡി ഉണ്ട്, അതുപോലെ ഇത്തിരി കോമഡി കളിച്ച് ഞാനൊരു പുതപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി കളിച്ചേനാണാ മറ്റേ മാനസികം സ്ഥിരീകരിച്ചത്. പൂവെല്ലാം വെച്ച് അതൊരു കോമഡി കളിച്ചല്ലേ. അതിനാണോ അതൊരു വെറൈറ്റി. നിങ്ങൾ പൈസയും കൊണ്ട് സിനിമ ടാക്കീസ് പായുന്നില്ല ഈ കെൽബെജി എന്ന് പറയുന്ന ഇറ്റിങ്ങളെ. നിങ്ങൾ രണ്ടെണ്ണം റിസ എന്ന് പറയുന്നോളം അങ്ങനത്തോളെല്ലാം പങ്ങളെല്ലാം പോക്കില്ല സിനിമ കാണാൻ. എന്തിനാ സിനിമ കാണാൻ പോകുന്ന? ഇത്തിരി തമാശ കോമഡി എല്ലാം അതിലുണ്ട്, അതുകൊണ്ടാ അങ്ങനെ വെറൈറ്റി കളിച്ചാല ഞാൻ. പിന്നെ ഇങ്ങൊക്കെ അറിയാം സബീത്താനെ എല്ലാവരും വെച്ച് വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം എൻ്റെ മൊഞ്ചുള്ളി ഫോട്ടം വെച്ച് വീഡിയോസ് ചെയ്തിട്ട് എല്ലാവർക്കും നല്ല റീച്ച് ഉണ്ട്. അപ്പൊ നിങ്ങൾ മാത്രം എന്തിനു കാത്തുകൂത്തിരിക്കുന്നു? നിങ്ങളും വെച്ച് എടുത്തിട്ട് നിങ്ങളും എൻ്റെ ഫോട്ടം വെച്ച് ഇട്ട് ഇങ്ങക്ക് റീച്ചിന് വേണ്ടി, എല്ലാവരും റീച്ചിന് വേണ്ടിയല്ലേ കളിക്കുന്നത്. യൂട്യൂബ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാണ്ട് ഓരോരുത്തർ തറവാട്ടിലൊക്കെ അധികം നല്ലാണ് യൂട്യൂബിൽ വന്നിട്ട് പറയുന്നത്. പരസ്പരം അങ്ങോട്ടും കുറ്റം പറയാ. ഞാൻ എൻ്റെ വീഡിയോസ് വെച്ച് ചെയ്താലേ ഞാൻ നിങ്ങളെ പറയുന്നുള്ളൂ. പിന്നെ എൻ്റെ പൊന്നാര ഉസ്താദ്മാർ എന്നെ കൊണ്ട് പറഞ്ഞത് കൊണ്ടും പിന്നെ ആണുങ്ങളെ കൊണ്ട് പറയണമെന്നുള്ളത് പറയണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. അത് മേലെ കിടക്കുന്ന റഹ്മാനെ റബ്ബിനറിയാം. ഇങ്ങക്ക് എല്ലാവർക്കും എൻ്റെ ഫോട്ടം വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നു നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷേ നിങ്ങൾ പറയും പോലെ പറയണം. പിന്നെ ഈ കേൽ ബജ്ജി എന്ന് പറയുന്ന അകത്തുള്ളൊരു ഇപ്പം പ്രസവിച്ച ഒരു ചെറിയോളുണ്ട്, റിസ എന്ന് പറയുന്ന റിസ എന്ന് പറയുന്നേ ഇപ്പം പ്രസവിച്ച ചെറിയോളില്ല. ഓള് ഭയങ്കര സാധന. ഓളേതാ സാധനം എന്നാ ഓള് അങ്ങ് കോട്ടേഴ്സ് പാർക്കൊന്നല്ല. ഓക്ക് പൊരയും വീടൊന്നുമില്ല, കോട്ടേഴ്സ് പാർക്കുന്നോളാ ഓള്. ഓളനക്കര ഓളെ നാദാപുര. ഞാൻ ഒരു സ്ഥാപനത്തിൽ വെച്ചിട്ട് ഓളെ കാണുകയും ചെയ്തതാണ്. അപ്പൊ ഓള് ഗർഭിണി ആയ സമയത്ത് സാബീത്ത നിങ്ങൾ ദ്വാ ചെയ്യണേ, സാബീത്ത ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ദ്വാ ചെയ്യണേ, എനിക്ക് പ്രഷറാണ് ഷുഗറാണ് മറ്റേതെന്നാള് എന്തെല്ലോ സൂക്കേട് വിളിച്ച് എന്നോട് പറഞ്ഞിക്ക്. അങ്ങനെ എല്ലാം പിന്നെ ഓക്ക് ക്ഷീണമായിട്ട് ഞാൻ എൻ്റെ ആ കണ്ണേറിൻ്റെ ഒരു ആയത്തില്ലേ നൂൽമിൽ മന്ത്രിച്ചു, ആ ആയത്ത് വരെ ഓക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുത്തിക്ക് ഞാൻ. ഈ കേൽ ബജ്ജി നടന്നിട്ടുള്ള ആ യാങ്ങണ്ടോക്ക് ഇപ്പം പ്രസവിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്നിട്ടോ ഞാൻ അതെല്ലാം ആയോ ഇല്ലോ എന്ന് അറിയേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈവിൽ വന്നപ്പോൾ ഞാൻ റസാനോട് ഞാൻ ചോദിച്ചു, റസാൻ ഇനി പ്രസവിച്ചോ? ആ പ്രസവിച്ചിക്ക് എല്ലാം അറിയണമെങ്കിൽ എൻ്റെ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കണ്ടോന്ന്. അത്രയും അത്രയും അവളെ എൻ്റെ സ്വന്തം മോളെ പോലെ കണ്ട് ഞാനത് പിന്നെ കണ്ണേറിൻ്റെ ഇട്ട് കൊടുത്തിട്ടുള്ള എന്നോട് പറഞ്ഞു, സാബീത്ത് എനിക്ക് നല്ല കൊണയുണ്ട് നിങ്ങളെ കണ്ണേറിൻ്റെ ഇട്ട് തന്നിട്ട്. അങ്ങനെ എല്ലാം ഞാൻ ദുആ ചെയ്യും. കണ്ണേറിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഓക്കെ അതെല്ലാം നല്ല ഫലം കിട്ടി സുഖമായി പ്രസവിച്ചതിന് ശേഷം എന്നോട് പറയുന്ന ഒരു വാക്ക്, ഒരു പ്രസവിച്ചെന്നുള്ളൊരു വാക്ക് എന്നോട് എൻ്റെ യൂട്യൂബ് ചാനൽ പോയി കണ്ടോന്ന്. അതുകൊണ്ടാ മക്കളെ ഒരാളെ സഹായിക്കാത്തതും ഒരാളെ സ്നേഹിക്കാത്തതും സഹായിക്കാത്തതും. അതുകൊണ്ട് തന്നെയാണ് കാര്യം കഴിഞ്ഞാൽ കുണ്ടിയടി എന്നാ പറയാ. പാലം കടക്കുന്നവരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരാണ എന്ന് പറയുന്ന ആളാണ് ഈ കേൽ ബജ്ജിന്റെ അകത്തുള്ള ഒരു സാധനം, രസ എന്ന് പറയുന്ന സാധനം. അത് ഭയങ്കര സാധന. വെറുതെ ഒന്നല്ല ഓളിങ്ങനെ ആയത്. പിന്നെ ഓളെ കൂടെ ഇരിക്കുന്ന പെങ്ങളെയും ബടക്കാക്കുന്നത് ഈ റിസയാ. ആ റിസ എന്ന് പറയുന്ന ചെറിയോളാണ് ആ പെങ്ങളെയും ബടക്കാക്കുന്നത്. ആ പെങ്ങളെ ലൈവിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, എന്താ മോളെ പ്രസവിച്ചോ? അന്നേരം ഓള് എന്നോട് പറഞ്ഞു, ആ സാബീത്ത പ്രസവിച്ച് കുഞ്ഞനാണാന്ന്. കുഞ്ഞൻ എന്താന്ന് പോലും ചോദിക്കാണ്ട് തന്നെ ആയിൽ തന്നെ മറുപടി ആ കുഞ്ഞനാണാന്ന്. ഓള് നല്ല വൃത്തിയാ. പക്ഷെ ഈ റിസ എന്ന് പറയുന്ന ഓളാണ് ഈ പെങ്ങളെയും ബടക്കാക്കുന്നത്. അതുകൊണ്ട് മോളെ ഇനി എവളെ കാര്യങ്ങൾ അങ്ങേ അറ്റവളും ഓളെ സ്വഭാവം എനിക്ക് അറിയാലോ. ഈ പ്രസവിച്ച റസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാ, പ്രസവിച്ചോള് മറ്റോളിൽ പറയുന്നത് കൊണ്ടാന്ന് കേട്ടാ, തിരിയാത്തത് കൊണ്ടാ. അതുകൊണ്ട് പൊന്നാര മോളെ ഈ സാബീത്താന്റെ ഡാൻസ് കുറച്ച് ഓവറാണ് അല്ലേ, ഓവറാ. പിന്നെ എന്തെന്നാ കുതിരവട്ടത്ത് നിന്നെല്ലാം ഓരോരുത്തർ കമന്റ് ഇട്ട കാര്യം ഞാൻ അതിൽ പറഞ്ഞിരുന്നു. നിങ്ങളെ മുറ്റത്തന്നെ കുതിരവട്ടുന്ന നിങ്ങളെ പുരയിൽ അള്ളാഹുത്താല നിങ്ങൾക്ക് ഇനിയും കുട്ടികൾ ജനിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് മാനസികമായ അവസ്ഥകൾ വരാൻ പോകുന്നുണ്ട്. നിങ്ങളെ മനസ്സ് സമതല തെറ്റിയിട്ട് നിങ്ങൾക്ക് പറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോ എന്ത് സംഭവിച്ചാൽ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. എന്നെ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോളി കേട്ടോ. ഇന്ന് പലരും കുത്തിരിഞ്ഞ് കരയുന്നുണ്ടല്ലോ. അതുകൊണ്ട് സ്വയം ചിന്തിച്ചിട്ട് മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ. മറ്റുള്ളവരെ കുതിരവട്ടോ മറ്റേ വട്ടം പറയുന്നേരോ മനസ്സിലാക്കിക്കോ. നിന്റെ ഈ പ്രസവിച്ച കുഞ്ഞിനിപ്പം ചെറിയ വാവയല്ലേ, അത് പെരാന്താണോ മാനസികമാണോ എന്താണോ ഏതാണെന്ന അവസ്ഥ നമുക്ക് തിരിയില്ല. ചെറിയ കുഞ്ഞനാ, അത് ചെറിയ കുഞ്ഞനാ. പിന്നെ എന്നെ കൊണ്ട് പറയുമ്പോൾ ഞാൻ പലതും പറയും. പിന്നെ ഞങ്ങളെ കുട്ടീനെ കൊണ്ട് അങ്ങനെ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കൊണ്ട് പറയാം, അതാരായാലും സൂക്ഷിച്ചോ. പിന്നെ ഈ റിസ എന്ന് പറയുന്ന ആങ്ങണ്ടോളും പെങ്ങളും ഈ കേൽ ബജ്ജി നോല് ലൈവ് ചെയ്യുന്ന സമയത്ത് എത്ര കമന്റ് ഇങ്ങക്ക് വന്നിക്ക്. ഇഞ്ച പള്ളയിലെ കുഞ്ഞം മരിച്ചു പോട്ടെ എന്ന് വരെ ഇങ്ങക്ക് കമന്റ് വന്നിക്കില്ലേ? ഈ കമന്റ് കണ്ടിട്ടാണോ നിങ്ങൾ പറയുന്നത്?
നിന്റെ വയറ്റിലെ കുഞ്ഞ് മരിച്ചു പോട്ടെ എന്ന് വരെ നിനക്ക് ഗർഭസമയത്ത് എനിക്ക് മെസ്സേജ് കമന്റിൽ ആരൊക്കെ എനിക്ക് ഇത് എന്തെല്ലാം നിങ്ങളെ പറഞ്ഞിക്ക്. ഞാൻ ഒരു വാക്ക് നിങ്ങളെ പറഞ്ഞിക്കാ. നിങ്ങളെ വീഡിയോസ് ചെയ്ത് ഞാൻ ഇട്ടിക്ക. ആരിഫാന്റെ വീഡിയോസ് ഞാൻ ചെയ്ത് ഇട്ടിക്ക. ഞാൻ ഒരാളെ കൊണ്ടും പറഞ്ഞിക്കില്ല. പിന്നെ ചവിട്ടിയാ കടിക്കാത്ത പാമ്പുണ്ടോ? ഇന്ന് എന്നെ കൊണ്ട് ആ വീഡിയോസ് ഇടാൻ കാരണം എന്താന്നാ, ഇന്നലത്തെ ലൈവില് ഈ ലൈവിലും വീഡിയോസിലും 2 ദിവസമായി റിസ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് എന്നെ ചൊറിയുന്നു. ഉള്ള കാര്യമെല്ലാം കഴിഞ്ഞല്ലോ, എന്റെ എല്ലാ പ്രാർത്ഥനയൊക്കെ കിട്ടിയല്ലോ. ഇനിയും മനസ്സിലാക്കി കഴിഞ്ഞാട്ടാ, ഇനിയും ഗർഭമുണ്ട്, ഇനിയും ലോകമുണ്ട്, ഇനിയും ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. ഇനി പരിഹസിച്ചിട്ടും സ്വീപ്പാക്കിയിട്ട് ഇടുമ്പോ ഞാൻ അതുകൊണ്ടാ പൊന്നുമക്കളെ ഒരാളെ സഹായിക്കാനും പോവാത്ത. എന്തുകൊണ്ട് നിങ്ങളറിയാം, പടഞ്ഞ് മരിച്ചാലും കൊടുക്കാൻ തോന്നാത്ത ഇതാണ് മക്കളെ. ഞാൻ ഒരുപാടാക്ക് പണമായിട്ടും പൊന്നായിട്ടും ഞാൻ സഹായിച്ചിക്ക്. പക്ഷെ തിരിച്ചു തന്നിക്കില്ല. തിരിച്ചു തരുമ്പോ പിന്നെ തെറിയാ ഞമ്മക്ക് കേൾക്കുന്നത്. പാപങ്ങളും സങ്കടങ്ങളും കണ്ട് ഞാൻ ഒരുപാടാക്ക് പൈസയായിട്ടും പൊന്നായിട്ട് ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് പൊന്നും പൈസ എന്റെ പുറത്ത് കിടക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. തിരിച്ചു ചോദിക്കുമ്പോ എങ്ങനെയാണ്? ഇപ്പൊ ഈ റിസൈനുകൾ കണ്ടില്ലേ, ഈ കേൽബജിന്റെ ഞാനിപ്പം പറഞ്ഞു, നിങ്ങൾ ഹെഡിങ്ങൾ കണ്ടോളില്ല. ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടില്ല. അത് ഇതിനകത്ത് ഒട്ടും കൊടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുവാനും ഞാൻ. പിന്നെ ഈ കെൽബജി നിങ്ങളെ എന്റെ ഹെഡിങ്ങിൽ കണ്ട കുട്ടികളില്ല, നിങ്ങൾക്ക് അറിയാലോ ഓല. അവരും എന്നോട് ചെയ്തെന്തെന്നാ, ഞാൻ അത്രയും ഓക്കുമാണ്ട് ദുആ ചെയ്ത് എൻ്റെ കണ്ണുകറിന്റെ ആയത്ത് വരെ ഞാൻ ഇട്ട് കൊടുത്ത് എല്ലാം നല്ല സുഖത്തിലായി. എന്നിട്ട് ഞാനൊരു പ്രസവിച്ചോന്ന് ചോദിച്ചിട്ട് ഒരു കുഞ്ഞനെ വരെ പറയാണ്ട് എന്നോടോള് നാളക്കുക ചെയ്ത്. പറഞ്ഞില്ലേ, ഒരാളെ സഹായിക്കാൻ തോന്നാത്ത അതാ മക്കളെ. എല്ലാവരും കാര്യം കഴിഞ്ഞാൽ കുണ്ടിയടിയുന്ന, കാര്യം കേൾക്കാൻ പാലം കടക്കുന്നവരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ. പിന്നെ എങ്ങനെയാണ്? പിന്നെ ഓലെല്ലാം പിന്നെ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്ത് ഇടുന്നുണ്ടല്ലോ. അങ്ങനെ റീച്ച് ഓലിക്ക് കാണുന്നു. അപ്പൊ ഈ കേൾവിചാരിച്ച് എന്നെ കൊണ്ടും എന്തെങ്കിലും കുറ്റം കുറവും കാണട്ടെ. കുറ്റം കുറവും കേൾക്കുവാനാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടം. ഈ ഷെരീഫ്, പിന്നെ ആരിഫ, പിന്നെ ഈ കേൾബജ്, ഇങ്ങനെ പല ആളുണ്ടല്ലോ. കുറ്റം കുറവും കേൾക്കാനാണല്ലോ കാണുന്ന മുത്തുമണികളെ നിങ്ങൾക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ ചാനൽ മുങ്ങിപ്പോയിക്കൂല്ല. എൻ്റെ ചാനല് കമന്റ് ബോക്സ് കുറേ ദിവസം ഞാൻ ഓഫാക്കി ഇട്ടത് കൊണ്ട് പിന്നെ താനേ അത് ഓഫായി കിടന്ന്. അങ്ങനെയാണ് മോണിറ്റേഷൻ വരെ ഓണാക്കിയതാണ്. എനിക്ക് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും എനിക്ക് പറ്റിയിട്ടില്ല. ഒരു സ്ട്രൈക്ക് പോലും എനിക്ക് വീണിക്കൂല. പിന്നെ ലൈവിൽ ഒരു കുഞ്ഞനെ കാണിച്ചതിന് ലൈവ് മാത്രം ഒന്ന് കട്ടാക്കി ആ പഴയ ചാനല്. അല്ലാണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇനിയും സൂക്ഷിച്ചോ. ഇപ്പൊ ഒരുപാടാക്ക് ചാനൽ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും സൂക്ഷിച്ചു. ആരെ സ്വീപ്പാക്കാനും പരിഹരിക്കാനും ഇനി പോണ്ട കുഞ്ഞിമോളെ കേട്ടോ. അതുകൊണ്ട് ഇത്തിരിയും വിവരം കെട്ട ഈ റസ എന്ന് പറഞ്ഞോളെ പെങ്ങളെ ഞാൻ പറയൂല. ആ റസ എന്ന് പറഞ്ഞോളില്ല, പാർക്കും പൊരയും കൂടി 2 കോട്ടേഴ്സ് പാർക്ക് എന്നുള്ള ഓള്. എന്തുകൊണ്ട് കോട്ടേഴ്സ് പാർക്ക് എന്നെ കൊണ്ട് പറഞ്ഞല്ല, അത്ര ശരിയില്ല ഓളെ മനസ്സ്, അത്ര ശരിയില്ല. പിന്നെ പല കഥകളും ഞാൻ പറയുന്നില്ല ഓളെ കൊണ്ട്. അതുകൊണ്ട് പൊന്നുമോളെ, ഈ സാബീത്താക്ക് പണവും പൈസയൊന്നും വേണ്ട. നിങ്ങൾ ഈ പാടെ കുത്തിച്ചിട്ട് ഇങ്ങനെ വായിട്ടടിക്കുന്നുണ്ടല്ലോ. സാബീത്താക്ക് ഈ പുതിയ ചാനല് 10 ദിവസം കണ്ട മോണിറ്റേഷൻ ഓണായ, ഒരു ലൈവ് പോലും ഇട്ടിക്കില്ല. 4000 സബ്സ്ക്രൈബ് കഴിഞ്ഞതിന്റെ. എന്തുകൊണ്ട്? ഒരു മാസം വരെ ആയിക്കില്ല. 10 ദിവസം കൊണ്ട് മോണിറ്റേഷൻ ഓണായി കഴിഞ്ഞ എനക്ക് കേട്ടോ. അതെന്തുകൊണ്ട്? എനക്ക് ഇത്തിരി 4000 സബ്സ്ക്രൈബ് ഒരു മാസം, ഒരു 2 ആഴ്ചയായിട്ട് ആയിക്കാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. 4000 സബ്സ്ക്രൈബ് എന്തുകൊണ്ടായത്? എന്നെ സ്നേഹിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, 100ൽ 95 ആളും നല്ലത് 5 ആള് ഇഞ്ഞപ്പോലത്തതാ. കേൽ ബജ്ജിന്റെ അകത്തുള്ള പെങ്ങളല്ല ഞാൻ പറഞ്ഞ, ഈ ആങ്ങണ്ടോളുണ്ട്, ആ റസ എന്ന് പറയുന്ന ഓളുണ്ട്, അല്ല റിസ എന്ന് പറയുന്നോള് ഭയങ്കര സാധനം. അവള് വെറുതെ നല്ല ഓൾ ഇങ്ങനെ ആയത്. പിന്നെ നല്ലൊരാ കുടുംബത്തിൽ സ്നേഹിച്ചത് കൊണ്ട് അവളെ പൊരയിലെത്തിയത്. നിങ്ങളറിയാം, റിസ എന്ന് പറയുന്ന അതിലെ ഓളില്ലേ, ആ പെങ്ങളെ ആങ്ങണ്ണ സ്നേഹിച്ചത് കൊണ്ടാണ് ഓൾ അവിടെ എത്തിയത്. അല്ല ഓളാരും എടുക്കൂല. ഓള ഐറ്റാ സ്വഭാവം, നിങ്ങൾക്ക് തിരിയേറ്റാ ഐറ്റിങ്ങൾ സഹിക്കുന്ന. പിന്നെ രണ്ടാളും പിന്നെ പെങ്ങള് നല്ലതായത് കൊണ്ടാണ് ഞാൻ കണ്ടോളെ സഹിച്ചു പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഓളെ നമുക്ക് നല്ലോണം അറിയാം. കുത്തിട്ട് കരഞ്ഞിട്ടൊന്നും എനിക്ക് കാര്യമില്ല കേട്ടാ. എന്നെ കൊണ്ട് പറയുമ്പോ നുണയും പസാദും വന്ന് പറയുമ്പോ സൂക്ഷിക്കണം. ഞാൻ പ്രതികരിക്കും, അതാരായാലും. ചിലപ്പം പ്രതികരണം പല രീതിയിലായിരിക്കും. അത് സഹിക്കാനുള്ള കരുത്തുണ്ടെങ്കിലേ ആരും വീഡിയോ ചെയ്യേണ്ടിയുള്ളൂ. ഓക്കെ മക്കളെ.